മാറ്റേണ്ട കാര്യം ചെയ്ത് ഫ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഫ്രീക്വൻസി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോ പൈലറ്റ് ആണെങ്കിൽ ഇതിന് ഫ്രീക്വൻസി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ പൈലറ്റ് സെറ്റ് ചെയ്ത് ആ ഫ്രീക്വൻസി ഏത് എയർപോർട്ടിലാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൈ ചെയ്ത് പോകും. ഇതിപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ത്രോട്ടിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കീ ഇത് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് താഴെ നടന്നെങ്കിൽ മേലോട്ട് പോകണമെങ്കിലൊക്കെ ഇത് മാത്രം മതിയാവും. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇത് രണ്ടും മാത്രം മതിയായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിനെല്ലാം എടുത്താലേ ഫ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ലാൻഡ് ചെയ്തതിന് ശേഷം ഈ റഡർ പെഡൽ നിന്നിട്ട് ഇത് റൈറ്റിലോട്ട് പോകാം, അതുകൊണ്ടൊക്കെ ലെഫ്റ്റിലോട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചവിട്ടി അത് ബ്രേക്ക് പോകും. ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രം മതി അത്. ഇതിപ്പോൾ റേറ്റ് ഒന്ന് ഫിക്സ് ചെയ്തുകൊണ്ടാണ് പബ്ലിക്കിന് കൊടുക്കാത്ത. അടുത്ത മാസം ഡിസംബർ 10 ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് ചെറിയ ഫൈൻ ചെയ്യാൻ പറ്റും. 2 സീറ്റാണെങ്കിൽ ഒന്നിന് ഒരാൾക്കിക്കാൻ പറ്റും ഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയം അടുത്ത മാസം ആദ്യം ഫൈൻ ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ കൊടുക്കാൻ പറ്റത്തില്ല. ഈ പ്രശ്നമുണ്ട്. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം അനുഭവിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് കാണുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കാണുന്നു. റൈറ്റോട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞത് ടച്ച് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണെങ്കിൽ ജസ്റ്റ് ലെഫ്റ്റിലോട്ടാക്കുന്നത്. ഈ വ്യൂ ആയതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത്. ഇത് കുറച്ചുകൂടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ നേരത്തിനനുസരിച്ച് അത് ഫ്ലൈ ചെയ്യും. അത് ലീഫ് കറക്റ്റ് ആയിട്ടാണ് ശേഷം ലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കിൻ്റെ ആവശ്യമുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മരപ്പാടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് പിള്ളേർക്ക് സെപ്പറേറ്റേഴ്സ് ആണല്ലേ? ഫ്ലൈ ചെയ്തിട്ട് ഈ റൺവേയിൽ തന്നെ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രീക്വൻസി മാറ്റിയ വേറെ എയർപോർട്ട് വേണമെങ്കിലും പോകാം. ഫ്ലൈറ്റിൻ്റെ ലെവലിൽ ഇത് സ്കൈഡാണ് ഈ കളർ. ഇതത്തിൻ്റെ അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഈ ഫ്ലൈറ്റ് കറക്റ്റായിട്ടാണ് പോകുന്നത്.
സ്പീഡ് കുറച്ച് ഓട്ടോമാറ്റിക് താഴുന്നുണ്ടല്ലേ? ഞാനിതിപ്പോൾ സ്പീഡ് കുറച്ചുകൊണ്ട് അത് താഴോട്ട് പോവുകയാണ്. ഇങ്ങനത്തെ ഈ ഫ്രണ്ട് എഞ്ചിൻ മാത്രമല്ലേ? ഫ്രണ്ടിലത് മാത്രമല്ല, പ്രൊപ്പല്ലേഴ്സ് മാത്രമല്ല, ഇതിൻ്റെ സൈഡിൽ കാണുന്നല്ലോ. പ്രൊപ്പല്ലേഴ്സ് ഫ്രണ്ടിൽ മാത്രമല്ലേ വരുന്നുള്ളൂ? പ്രൊപ്പല്ലറായി ഫ്രണ്ടിൽ മാത്രമല്ലേ ഉള്ളൂ? പ്രൊപ്പല്ലറായി എഞ്ചിൻ ഫ്രണ്ട് ഭാഗത്ത് മാത്രമല്ലേ ഇങ്ങനത്തെ അതിനകത്ത് വരുന്നത്? ഈ ഒരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്.